സ്വീഡനിലെ വിശുദ്ധ ബ്രിഡ്ജറ്റ്. 1304 സ്വീഡിഷ് രാജകുടുംബത്തിൽ ബ്രിഡ്ജറ്റ് ജനിച്ചു. കുട്ടി ജനിച്ച ഉടനെ ഭക്തിയായ അമ്മ ഗോത്ത് രാജവംശത്തിൽപ്പെട്ട ഇംഗൻചുർഗീസ് മരിച്ചുപോയി. ഭക്തിയായ ഒരമ്മായിയാണ് ബ്രിഡ്ജറ്റിനെ വളർത്തിക്കൊണ്ടുവന്നത്. 3 വയസ്സുള്ളപ്പോഴേ ബ്രിഡ്ജറ്റിന് സംസാരശക്തി ഉണ്ടായുള്ളൂ. ആദ്യം ഉച്ചരിച്ച വാക്കുകൾ ദൈവസ്തുതികളാണ്. ബാലസഹജമായ വാശിയോ കോപമോ അനുസരണക്കുറവോ ഒന്നും ബ്രിഡ്ജറ്റിൽ കണ്ടില്ല. 10ാമത്തെ വയസ്സിൽ പീഡാനുഭവത്തെപ്പറ്റി ഒരു പ്രഭാഷണം അവൾ ശ്രവിക്കുകയും അതേ രാത്രി ക്രൂശിതനായ ഈശോയുടെ ഒരു കാഴ്ച അവൾക്കുണ്ടാകുകയും ചെയ്തു. ഒരു സ്വരം അവൾ കേട്ടു, "എൻ്റെ മകളെ, എന്നെ നോക്കൂ." ശോകാർത്തിയായി അവൾ ചോദിച്ചു, "ആരാണ് അങ്ങയോട് ഇങ്ങനെ ചെയ്തത്?" "എന്നെ നിന്ദിക്കുന്നവരും എൻ്റെ സ്നേഹം ഗ്രഹിക്കാത്തവരും" എന്ന് കേട്ടതുപോലെ അവൾക്ക് തോന്നി. ഈ ദർശനം എന്നും രാജകുമാരിയുടെ ധ്യാന വിഷയമായി. പിതാവിൻ്റെ നിർദ്ദേശാനുസാരം 16ാമത്തെ വയസ്സിൽ ബ്രിഡ്ജറ്റ് സ്വീഡനിലെ ഉൾഫ രാജകുമാരനെ വിവാഹം ചെയ്തു. 8 മക്കളുണ്ടായ ശേഷം പൂർണ്ണ വിരക്തി പാലിക്കുമെന്ന് ഇരുവരും പ്രതിജ്ഞ ചെയ്തു. അവർ ദരിദ്രർക്കായി ഒരാശുപത്രി പണിയിച്ചു. അങ്ങനെയിരിക്കെ ഈ ദമ്പതികൾ കമ്പോസ്റ്റല്ല എന്ന പ്രദേശത്തേക്ക് ഒരു തീർത്ഥയാത്ര ചെയ്തു. മടക്കയാത്രയിൽ രോഗിയായി തീർന്ന ഭർത്താവിനെ ബ്രിഡ്ജറ്റ് അത്യന്തം സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു. സുഖമായി മടങ്ങിയെത്തിയെങ്കിലും 1344 ഉൾഫോ ഒരു സിസ്റ്റേഴ്സിൻ ആശ്രമത്തിൽ കിടന്നു മരിച്ചു. അദ്ദേഹം ആ സഭയിൽ ചേരാൻ ഒരുങ്ങുകയായിരുന്നുവെന്ന് പറയുന്നു. ഭർത്താവിന്റെ മരണശേഷം കുടുംബസ്വത്ത് മക്കൾക്കായി ഭാഗിച്ചു കൊടുത്തിട്ട് ബ്രിഡ്ജറ്റ് ഒരു വെള്ളവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ടിരുന്നു. ഭക്ഷണം അപ്പവും വെള്ളവും മാത്രമായി. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാശ്ചിത്തം അത്യധികം വർദ്ധിപ്പിച്ചു. പുതിയ മഠങ്ങൾ പലതും സ്ഥാപിച്ചു. ജീവിതത്തിലെ അവസാനത്തെ 30 വർഷവും ദിവസം തോറും ബ്രിഡ്ജറ്റ് കുമ്പസാരിച്ചിരുന്നു. കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ പല കാഴ്ചകളും ഈ പുണ്യവതിക്കുണ്ടായിട്ടുണ്ട്. അവയെല്ലാം ജ്ഞാനപിതാക്കന്മാരുടെ വിധിക്ക് അവൾ സമർപ്പിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. ക്രൂശിതനോടുള്ള സ്നേഹം നിമിത്തം അവൾ പലസ്തീനായിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തുകയുണ്ടായി. 1350 വിശുദ്ധ വത്സരത്തിൽ തന്റെ വിധവയായ മകൾ വിശുദ്ധ ക്യാദറിനോടുകൂടെ റോമയിലേക്ക് പോയി. മൂത്ത മകൾ ബ്രിഡ്ജറ്റിന്റെ കൂടെ താമസിച്ചു വരവെ 1373 ജൂലൈ 23-ാം തീയതി 70ാമത്തെ വയസ്സിൽ ബ്രിഡ്ജറ്റ് നിര്യാതയായി. അന്ത്യകൂദാശകൾ ചാക്കുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവൾ സ്വീകരിച്ചത്.